Meet the editors. കേരളത്തെ വിമർശിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കാനെത്തിയത്. രാജ്യത്തെ നയിക്കാനുള്ള കരുത്ത് രാഹുലിനില്ല എന്ന വിമർശനം ശക്തമാണ്. കേരളത്തിന്റെ നേട്ടങ്ങളെ നുണകൊണ്ട് മൂടാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. മോദിക്കും പിണറായി വിജയനും ഒരേ സ്വരമാണ് എന്നായിരുന്നു വി.ഡി. സതീശന്റെ മറുപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഒരുപോലെ വിമർശിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സംസാരിച്ചത്. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ മോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമെന്ന മുഖ്യമന്ത്രി. ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയതെന്നും പിണറായി വിജയൻ. ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയാണ് വയനാട്ടിലെത്തി രണ്ടാം തവണയും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇതിൽ പരം എന്താണ് പ്രതീക്ഷിക്കാനാവുക? കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണ്. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തിയ ആളാണ് പ്രധാനമന്ത്രി. കേരളത്തിന്റെ നേട്ടങ്ങളെ നുണകൊണ്ടു മൂടാൻ പ്രധാനമന്ത്രി ശ്രമിക്കുന്നു. നീതി ആയോഗിന്റെ ചുമതലയിലിരുന്നാണ് മോദി കള്ളം പറയുന്നത്. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വെട്ടിക്കുറക്കാൻ നരേന്ദ്രമോദി ധനകാര്യ കമ്മീഷന് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് നീതി ആയോഗ് സിഇഒ തുറന്നു പറഞ്ഞത്. കേരളത്തിൽ മോദിയും പിണറായിയും സംസാരിക്കുന്നത് ഒരേ സ്വരത്തിലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മറുപടി. രാഹുൽ ഗാന്ധിയാണ് രണ്ടുപേരും വിമർശിക്കുന്നത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി പറയുന്നു, ഇന്ന് മുഖ്യമന്ത്രി പറയുന്നു രാഹുൽ ഗാന്ധി ഒളിച്ചോടിയെന്ന്. പിന്നെ മുഖ്യമന്ത്രി പറയുന്നത് എന്റെ സമനില തെറ്റിയെന്ന്. തന്നെ വിമർശിക്കുന്ന എല്ലാവരുടെയും സമനില തെറ്റി എന്ന് വിചാരിക്കുന്നത് തന്നെ ഒരു അസുഖമല്ലേ? അതിനാണ് ഡോക്ടറെ കാണിക്കേണ്ടത്, അല്ല ഞങ്ങളുടെ ആരുടെ സമനില തെറ്റിയത്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയെ അസ്ഥിരപ്പെടുത്തുന്ന പിണറായി രാഹുൽ വാക്പയറ്റ് ബി.ജെ.പി. പ്രചരണായുധമാക്കിയിട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ രൂക്ഷമായി തുടരുകയാണ് കേരളത്തിലെ നേതാക്കൾ. റിപ്പോർട്ടർ, കോഴിക്കോട്. രണ്ടും കൽപ്പിച്ചോ പ്രചാരണം എന്നുള്ളതാണ് ചോദ്യം. ചെറിയ ചെറിയ മറുപടികളിൽ നമുക്ക് ചർച്ച നടത്തേണ്ടതുണ്ട്. സുജിയ തുടങ്ങിക്കോളൂ. ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയിട്ട് ആരെയാണ് പരിഗണിക്കുന്നത്? അങ്ങനെ ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധിയെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പരിഗണിക്കേണ്ട യോഗ്യത രാഹുൽ ഗാന്ധിക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കാഞ്ഞങ്ങാട്ട് കൃത്യമായി നല്ല വെടിപ്പായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇനി ബി.ജെ.പിയോ നരേന്ദ്രമോദിയോ പ്രചാരണം നടത്തേണ്ട കാര്യമില്ല. രണ്ടും കൽപ്പിച്ചോ എന്നുള്ളതല്ല, ഒരാളുടെ യോഗ്യതയും അയോഗ്യതയും കൃത്യമായി വിലയിരുത്തപ്പെടുന്ന വേള എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കൃത്യമായി എണ്ണിപ്പറയുന്ന മറുപടികൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വാക്പോര് കടുക്കുമ്പോൾ പല കാര്യങ്ങളിലും ഒരു വ്യക്തത വരുന്നുമുണ്ട്. സ്വന്തം പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് നിർണായക ഘട്ടത്തിൽ ഒളിച്ചോടിയ നേതാവാണ് രാഹുൽ ഗാന്ധി. അതൊരു വസ്തുതയാണ്. അത് കേരളത്തിലിരുന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് എൻഡോഴ്സ് ചെയ്യുമ്പോൾ അത് ആളുകൾക്കിടയിൽ കൂടുതൽ വിശ്വാസത്തോടെ ആ വാക്കുകൾ ചെന്ന് തറയ്ക്കുന്നുമുണ്ട്. പിന്നെ ഒളിച്ചോടിയ നേതാവ് എന്ന പേരുദോഷം മാറ്റി രാജ്യത്തെ നയിക്കാൻ പ്രാപ്തനാണെന്ന് വിശ്വസിക്കാൻ തക്ക ബലമുള്ള നിലപാട് രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടായിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങളും പിണറായി വിജയൻ പറഞ്ഞത് കൃത്യമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചുള്ള ഈ പ്രചാരണം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. പലരെയും പല കള്ള നാണയങ്ങളെയും പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് ഇതിലൂടെ സാധിക്കുന്നുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി, ഞാൻ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറയുന്നുണ്ട്, പ്രശാന്ത് കിഷോർ പറഞ്ഞത് കൃത്യമായ ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധി ഒരു ബ്രേക്ക് എടുത്ത് പോയേ പറ്റൂ. രാഹുൽ ഗാന്ധി നയിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഇനിയും അധപ്പതനത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ എതിരാളി എന്ന് നരേന്ദ്രമോദി അവകാശപ്പെടുന്നത് ആരെയാണ്? നരേന്ദ്രമോദി. ഒരു ബിഫിറ്റിംഗ് റിപ്ലൈ ഇതുവരെ നരേന്ദ്രമോദിക്ക് കൊടുക്കാൻ ഈ കൊട്ടിഘോഷിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ രാഹുൽ ഗാന്ധി ആദ്യം മത്സരിക്കാൻ അമേഠിയിൽ ഇതുവരെ എടുത്തിട്ടില്ല. വയനാട്ടിലേക്ക് വരുന്നു. വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ കൃത്യമായ ഒരു പൊളിറ്റിക്സ്, അത് നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ ഒക്കെ പറയാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ല. വയനാട്ടിൽ വന്നിട്ട് പോലും അത് പറയാൻ കഴിയുന്നില്ല. കഴിഞ്ഞ തവണ വയനാട്ടിൽ നിന്ന് പ്രധാനമന്ത്രി വരുന്നു, അത് ജനങ്ങൾ കേട്ടു, ജനങ്ങൾ വിശ്വസിച്ചു. കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി, ആ ഹൈപ്പിൽ വീണു. ആ ഹൈപ്പ് ഇക്കുറിയില്ല. അത് കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കാൻ മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു തുടങ്ങിയതോടുകൂടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 5 വർഷത്തിന് ശേഷം ആ പഴയ വീഞ്ഞ് പിന്നെയും കൊണ്ടുവന്ന് പുതിയ കുപ്പിയിലാക്കി രാഹുൽ ഗാന്ധി റീബ്രാൻഡ് ചെയ്യാണ്. ഏറ്റവും കൂടുതൽ റീബ്രാൻഡ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ ഗാന്ധിയാണ്. ആ റീബ്രാൻഡിങ് പൊളിയുന്നതാണ് കാണുന്നത്. അത് ഒരേ മുന്നണിയിൽ നിന്ന് തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് വിചിത്രം. ഇന്ത്യ മുന്നണിയിൽ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തു നിന്ന് തന്നെ അത് കിട്ടണം, എന്നാലേ അതിന് കൂടുതൽ വിശ്വാസ്യത വരികയുള്ളൂ. ശത്രുക്കളല്ല പറയുന്നത്, മിത്രങ്ങളെന്ന് നമ്മൾ കരുതുന്ന ആളുകൾ തന്നെ സത്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ഈ പ്രചാരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പ്രചാരണം. ശരി, രണ്ടും കൽപ്പിച്ചോ പ്രചാരണം എന്ന ചോദ്യത്തിന് രണ്ടും കൽപ്പിച്ചാണ് എന്നുള്ളതാണ് എൻ്റെയും അഭിപ്രായം.
BJP ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഇവിടെ പിണറായി വിജയൻ ചോദിക്കുകയാണ്. അപ്പോൾ മോദിക്ക് കാര്യങ്ങൾ എളുപ്പമായി. അത് പറഞ്ഞു ചിരിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ മോദി അത് ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നലെ മോദി പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് പിണറായി വിജയൻ പറയുന്നത്. അമേഠിയിൽ നിന്ന് പേടിച്ച് വയനാട്ടിലേക്ക് വന്നിരിക്കുന്നു. അതേ കാര്യമെന്ന് പിണറായി വിജയൻ പറയുന്നു. അതാണ് രണ്ടുപേർക്കും ഒരേ സ്വരമെന്ന് VD സതീശൻ പറഞ്ഞത്. പക്ഷേ ഇത് തുടങ്ങി വെച്ചത് രാഹുൽ ഗാന്ധിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ നേരത്തെയും ഇത് ചർച്ച ചെയ്തതാണ്. മുന്നണി മര്യാദ ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് രാഹുൽ ഗാന്ധി ആദ്യം നടത്തിയത്. ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളത് കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾക്കെതിരെ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞെടുത്താണ് എന്താണ് കേന്ദ്ര ഏജൻസി ഇവിടെ വന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചത്. അത് മണ്ടൻ ചോദ്യമായിരുന്നു, ഒരു രാഷ്ട്രീയ മണ്ടത്തരമായിരുന്നു. ആ മണ്ടത്തരത്തിന് തുടർച്ചയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് പിണറായി വിജയൻ അത് ഏറ്റെടുത്തത്. ഒരിക്കലും പറയാത്ത മോദി തന്നെ ഒഴിവാക്കി കളഞ്ഞ പപ്പു പേര് വീണ്ടും എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അണികൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ എല്ലായിടത്തും രാഹുലിനെതിരെ പരിഹസിക്കാനായി ഈ വാക്ക് ഉപയോഗിക്കുന്നു അണികൾ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അതിലുമപ്പുറം EP ജയരാജനെ പോലുള്ള നേതാക്കൾ അവിടെ നാഷണൽ ഹെറാൾഡ് കേസിൽ എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ ഇന്ത്യ മുന്നണി എന്താണ്, ഏത് രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള പരിഹാസം ദേശീയ തലത്തിൽ തന്നെ മോദിക്ക് നടത്താനുള്ള സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. അതിനപ്പുറം രാഹുൽ ഗാന്ധിയുടെ മതനിരപേക്ഷതയെ സംശയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ പിണറായി വിജയൻ സംസാരിച്ചത്. അങ്ങനെ മതനിരപേക്ഷതയിൽ സംശയിക്കുന്ന ഒരു നേതാവിന്റെ പടം വെച്ചുകൊണ്ടാണ് CPM തമിഴ്നാട്ടിൽ വോട്ട് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെ പാർട്ടി നേതാക്കളെ പോലും പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു നിലപാട് ഇവിടെ CPM സ്വീകരിക്കുന്നത് നന്നാവില്ല. ഇന്ത്യ മുന്നണി എന്നുള്ള ഒരു സഖ്യവുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് രണ്ടു കൂട്ടർക്കും കേരളത്തെ സംബന്ധിച്ച് പ്രധാനമാണ്, കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളത്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവിനെ മാറ്റിക്കൊണ്ട് പരസ്പരം കടിച്ചു കീറാനാണോ തുനിയേണ്ടത് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. ജനം ഇത് കാണുന്നുണ്ട് എന്ന് രണ്ടു കൂട്ടർക്കും ബോധ്യപ്പെട്ടാൽ നല്ലതാണ്. എന്തായാലും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് പ്രചാരണം. ഡോക്ടർ സ്മൃതി, ഇതിൽ ഏതെങ്കിലും വിധത്തിൽ രാഹുൽ ഗാന്ധിയുടെ മാത്രം നേതൃത്വത്തെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. കാരണം കോൺഗ്രസ് വന്നുപെട്ടിരിക്കുന്ന അപകടകരമായ ഒരു പ്രതിസന്ധിയുണ്ട്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ ഉയർത്തേണ്ട പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ക്യാമ്പയിനിൽ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് പ്രകടന പത്രികയിൽ ഇല്ലാത്തത് CPM വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചയാക്കിയതിനു ശേഷമാണ് പ്രിയങ്ക ഗാന്ധിയും പിന്നീട് P. ചിദംബരവും ഈ വിഷയത്തിൽ പ്രതികരിക്കാനെങ്കിലും തയ്യാറാകുന്നത്. എന്ന് പറഞ്ഞാൽ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ഒരു തെറ്റായൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു. അത് ഉത്തരേന്ത്യയിലെ ഒരുപക്ഷെ തിരിച്ചടി ഭയന്നുകൊണ്ടാവാം കരടിൽ അത് ഉണ്ടായിരുന്നുവെന്നും പിന്നീട് അത് തിരുത്തപ്പെട്ടു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഇലക്ട്രൽ ബോണ്ടാണ്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP സർക്കാരിന് തുറന്നു കാണിക്കാനുള്ള ഒരു അവസരം പക്ഷേ കോൺഗ്രസും പാഴാക്കി. കാരണം ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം പറയുമ്പോൾ കേരളത്തിൽ CPM-നാണ് അതിലൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവുക. കാരണം 1400 കോടിയോളം രൂപ കോൺഗ്രസും BJP-ക്കൊപ്പം തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ടിനെ തുറന്നു തീർക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോയി. എക്സ്റ്റോർഷൻ ഓഫ് മണി എന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിൽ വന്നത് പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് പോകുന്നത് സ്വാഭാവികമായും CPM-നായിരിക്കും, CPI-ക്കായിരിക്കും. കാര്യം ഈ പാർട്ടികളൊന്നും തന്നെ ഇലക്ട്രൽ ബോണ്ട് വഴി പണം സ്വീകരിച്ചിട്ടില്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ ഏജൻസികളെ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ വിഷയവും കേരളത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ഉയർത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. കാരണം സ്വാഭാവികമായും ED പോലെ CBI പോലെയുള്ള അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ വേട്ടയാടലിനും പ്രതിപക്ഷത്തെ പൂട്ടാനുമായി ഉപയോഗിക്കുന്നു എന്നൊരു നിലപാട് കോൺഗ്രസ് എടുത്താൽ അപ്പോഴും അതിന്റെ ആനുകൂല്യം ലഭിക്കാൻ പോകുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിനായിരിക്കും. കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ നടക്കുന്ന ED അന്വേഷണങ്ങളെ കോൺഗ്രസിന് തള്ളിപ്പറയേണ്ടി വരും. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രം സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്നും ഫിസ്ക്കൽ ഫെഡറലിസത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന കേന്ദ്രത്തിനെതിരെ കേരളത്തിൽ പ്രതികരിക്കാൻ കഴിയില്ല. അങ്ങനെ പ്രതികരിച്ചാൽ അപ്പോഴും പിണറായി വിജയൻ പറഞ്ഞതും ഇടതുപക്ഷം പറഞ്ഞതും ശരിയാണ് എന്ന ഒരു നിലയിലേക്ക് എത്തും. അതായത് പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് സംസാരിച്ചാൽ ആ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് മാനിഫെസ്റ്റോയിൽ അത് രേഖപ്പെടുത്തിയ CPM-ന് അനുകൂലമാകും. ED-യെക്കുറിച്ച് പറഞ്ഞാൽ ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ നടത്തുന്ന ED-യുടെ അന്വേഷണത്തെ ന്യായീകരിക്കലാകും. ഇനി ഏതെങ്കിലും തരത്തിൽ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത CPM-നെ ന്യായീകരിക്കലാകും. ഫിസ്ക്കൽ ഫെഡറലിസത്തെ കുറിച്ച് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ പറഞ്ഞത് ന്യായീകരിക്കത്തക്കതാകും. ഇങ്ങനൊരു പ്രതിസന്ധിയിൽ കോൺഗ്രസ് പെട്ടുപോയത് കൊണ്ടാണ് ഇന്ന് ശരിക്കും D. രാജ പറഞ്ഞതുപോലെ
മറ്റെന്ത് വിഷയമാണ് ഇനി കേരളത്തിൽ വന്ന് പ്രചരണം നടത്താൻ കഴിയുക? അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ ഇടതുമുന്നണിയാണ് തങ്ങൾക്കെതിരെ മത്സരിക്കുന്നത്. ഇടതുമുന്നണിക്കെതിരെ ഒരു സംസ്ഥാന നിയമസഭയിലെ തെരഞ്ഞെടുപ്പിന്റെ മട്ടിലാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനും കോൺഗ്രസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ യഥാർത്ഥ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച 4-5 വിഷയങ്ങളിൽ കേരളത്തിൽ ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല. അങ്ങനെ കഴിഞ്ഞാൽ അതിന്റെ ആനുകൂല്യം CPM-ന് ലഭിക്കുമോ എന്നുള്ളത് കോൺഗ്രസ് ഭയക്കുന്നു. ഇനി വരും ദിവസങ്ങളിലും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന മട്ടിലായിരിക്കും കോൺഗ്രസിന്റെ പ്രചരണം ഉണ്ടാവുക. അതാണ് യഥാർത്ഥത്തിൽ ഈ പ്രചരണത്തിന്റെ രാഷ്ട്രീയം ഇങ്ങനെ മാറാനുള്ള കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ സ്മൃതി പറഞ്ഞത് ഈ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിൽ CPM പ്രചരണം നടത്തുന്നത്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതായത് കൊടിയൊപ്പം കെട്ടും സ്വാഭാവികമായും ഒരു ബ്ലോക്കായി നിൽക്കുമ്പോൾ എല്ലാവരുടെയും പടം പോസ്റ്ററിൽ വരുമെന്നേ ഉള്ളൂ. അതല്ലാതെ രാഹുൽ ഗാന്ധിയുടെ പടം കാണിച്ച് തമിഴ്നാട്ടിൽ CPM-ന് ജയിക്കാനൊന്നും സാധിക്കില്ല. അല്ല, അന്നത് വാർത്തയായിരുന്നത് CPM-ലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പടം വയ്ക്കാതെ രാഹുലിന്റെ പടം വെച്ചിട്ട് പ്രചാരണം നടത്താം. മലയാള മനോരമ കൊടുക്കുന്ന വാർത്തകളൊന്നും നമ്മളിവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന ചിത്രം എന്താണ്? അധീർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ലോക്സഭാ നേതാവ് CPM-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം ആലേഖനം ചെയ്തിട്ടുള്ള ഷോൾ ഇട്ട് നടക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന അധീർ രഞ്ജൻ ചൗധരി അവിടെ കോൺഗ്രസിനേക്കാൾ വലിയ കക്ഷിയായ CPM-ന്റെ ഷോൾ ഇട്ടതുകൊണ്ട് മാത്രമാണ് വോട്ട് തേടുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. അതായത് മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ മതനിരപേക്ഷതയൊക്കെ സംശയിക്കുന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ അങ്ങനെ ഒരു നേതാവിനെ വെച്ചുകൊണ്ട് തന്നെ, ആ നേതാവിനെ മാത്രമെന്ന് അർത്ഥമില്ല, ആ നേതാവിനെ വെച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ ഗാന്ധിയുടെ മതനിരപേക്ഷതയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ മതനിരപേക്ഷതയെ സംബന്ധിച്ചിടത്തോളം സംശയിക്കേണ്ടത് തന്നെയാണ്. കാരണം ഒന്ന്, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു. 2, സ്വന്തം കൊടി ഉയർത്തിപ്പിടിക്കാൻ കൂട്ടാക്കുന്നില്ല, ഘടകകക്ഷിയുടെ കൊടി ഉയർത്താൻ അനുവദിക്കുന്നില്ല, നയം പറയുന്നില്ല. നോക്ക്, നിങ്ങൾക്ക് 370-ന്റെ കാര്യത്തിൽ, നിങ്ങൾക്ക് CA-യുടെ കാര്യത്തിൽ, നിങ്ങൾക്ക് NRC-യുടെ കാര്യത്തിൽ, നിങ്ങൾക്ക് NPR-ന്റെ കാര്യത്തിൽ നയം എന്താണെന്ന് ആവർത്തിച്ച് ചോദിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായി ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രതിയോഗിയായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ വിഷയമല്ലേ? നോക്ക്, രാഹുൽ ഗാന്ധിയുടെ 2010 ഇതിവിടെ എന്താ വിഷയം? രാഹുൽ ഗാന്ധിയുടെ 2019-ലെ വരവൊരു തരംഗമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2024 അത് നോൺസെൻസായി മാറിയിരിക്കുകയാണ്. CPI എന്ന് പറയുന്ന ഇന്ത്യ ബ്ലോക്കിലെ ഒരു കക്ഷിയുടെ മണ്ഡലത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന് പറയുന്നത് വളരെ പരിഹാസ്യമായ വിധത്തിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കൊടി പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല, ഘടകകക്ഷിയുടെ കൊടി കാണിക്കുന്നില്ല, നയം പറയുന്നില്ല, ഒളിച്ചുകളി നടത്തുന്നു. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി വെള്ളിയാഴ്ച ഇവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. എന്തിനാ അത് നേരത്തെ അങ്ങ് പ്രഖ്യാപിച്ചൂടെ ഞാൻ അമേഠിയിൽ മത്സരിക്കുന്നു എന്ന്? അപ്പോൾ അമേഠിയിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വോട്ട് കുറയും. അതാണോ നിങ്ങളുടെ രാഷ്ട്രീയം? ഇമാതിരി ഒളിച്ചു കളിയും ഇങ്ങനെ ഒരു എന്താ പറയാ ആളുകളെ പറ്റിക്കുന്ന. അതാണ് മോദിയും പറഞ്ഞത്. അതെ, മോദി എന്ത് പറയുന്നു എന്നുള്ളതിനനുസരിച്ചല്ലോ ഇവിടെ നിങ്ങൾ പ്രതിയോഗിയാണ്. മോദി എന്ത് VD സതീശനെ എൻഡോഴ്സ് ചെയ്യേണ്ട കാര്യമൊന്നും ഇവിടെ ആർക്കും ഇല്ല സ്മൃതി. വലയും താലും മോദി പ്രസംഗിച്ച അതേ വാചകങ്ങൾ, മോദിയുടെ പ്രസംഗം ഇന്നലെ മഹാരാഷ്ട്രയിൽ പ്രസംഗിച്ച അതേ കാര്യം തന്നെ ഇന്ന് പ്രസംഗിക്കുകയാണ്. നോൺസെൻസ് മാത്രമല്ല, പപ്പു എന്ന് വിളിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കരുതേ എന്നാണ്. നേരത്തെ സുജിയ പറഞ്ഞ പോലെയല്ല, പിണറായി വിജയൻ ഒന്നും ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല പറഞ്ഞത്, ഇങ്ങനെയുള്ള വിമർശനമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് പണ്ട് കാലത്തൊരു പേരുണ്ടായിരുന്നു, അതിലേക്ക് തിരിച്ചു പോകരുതേ എന്നാണ് പറയുന്നത്. എന്താ പിണറായി വിജയൻ ജയിലിൽ പോവാത്തത്? എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്? അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ മറുപടി കറക്റ്റ് അല്ലേ? അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ 1.5 കൊല്ലം ജയിലിൽ കിടന്നത് ഇതേ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയുടെ അടിയന്തരാവസ്ഥക്കെതിരെ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അന്ന് ഈ ഇന്ദിരാഗാന്ധിയുടെയും കെ കരുണാകരൻ്റെയും പോലീസ് ചവിട്ടിക്കൂട്ടിയപ്പോൾ അതിൽ ചോരക്കറ പുരണ്ട വസ്ത്രവുമായിട്ട് കേരള നിയമസഭയിലെത്തി പ്രസംഗിച്ച MLA ആണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനോട് നിങ്ങളെന്താ ജയിലിൽ പോകാത്തത്, അല്ലെങ്കിൽ ജയിലിൽ പോകുന്നത് പേടിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന മറുപടിയുടെ രൂക്ഷത അത് ഏറ്റുവാങ്ങാൻ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള വിഡ്ഢിത്തം പറയുമ്പോൾ തയ്യാറാകണമെന്നേ. ശരി, അപ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പ്രചാരണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരം പ്രതികരണങ്ങൾ തന്നെയാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള അടുത്ത 3 ദിവസവും അത് തന്നെ തുടരുമെന്ന് വേണം മനസ്സിലാക്കാം. രണ്ടും കൽപ്പിച്ചോ പ്രചാരണം എന്ന ചോദ്യത്തിന് യെസ് എന്ന 3, നോ എന്ന 1. നോ ആരാണോ? ഓർമ്മയില്ല. Meet the editors.